2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഈ പശ്ചാത്തലത്തിൽ ബി.ജെ.പി. സംസ്ഥാനത്താകെ ശക്തിയാർജിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ബി.ജെ.പി. കേരളത്തിൽ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലാതിരുന്ന കാലത്തു നിന്നും വലിയ മുന്നേറ്റമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി. ഏകദേശം 50 സീറ്റുകൾ നേടി നഗരഭരണം നേടിയത് ചരിത്രത്തിലെ തന്നെ പ്രധാന നാഴികക്കല്ലായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത് ഷാ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കും. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം, പ്രാദേശിക നേതാക്കൾ, മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവരുമായി ചർച്ചകൾ ഉണ്ടാകും. എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ അമിത് ഷാ കേരളത്തിലെത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയത്തിലൂന്നിയാകും പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ വികസനത്തെ മുൻനിർത്തിയുള്ള പ്രചരണം, കൂടാതെ വിശ്വാസ മതപരമായ ആശയങ്ങളുടെ സമന്വയം എന്നിവ പ്രധാനപ്പെട്ടവയായി പരിഗണിക്കും. കേരളത്തെയും മലയാളികളെയും നേരിട്ട് ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു വികസിത കേരളം നിർമ്മിക്കുകയാണ് ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാകുന്നു. സി.പി.എം. നേതൃത്വം വിട്ട് പ്രധാന നേതാക്കളെ ബി.ജെ.പിയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങളടക്കം ബി.ജെ.പി. നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായായിരുന്നു ഇടുക്കിയിലെ മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് കടന്നുവരുന്നത്. താൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചു എന്നും ബി.ജെ.പിയിൽ ചേരാൻ തീരുമാനിച്ചതായും എസ്. രാജേന്ദ്രൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷമായി രാജേന്ദ്രൻ സി.പി.എം. നേതൃത്വവുമായി അകൽച്ചയിലാണ്. തെരഞ്ഞെടുപ്പിന് അധികം സമയമില്ലാതിരിക്കെ രാജേന്ദ്രൻ പാർട്ടി വിട്ടത് സി.പി.എമ്മിന് കനത്ത തിരിച്ചടിയാണ്. 2006 പാർട്ടിയുടെ തീരുമാനപ്രകാരം രാജേന്ദ്രന് ദേവികുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് 3 തവണ തുടർച്ചയായി ദേവികുളം മണ്ഡലത്തിൽ വിജയിച്ച രാജേന്ദ്രന് സി.പി.എം. എം.എൽ.എമാർക്ക് 2 തവണ മത്സരിക്കാനേ കഴിയൂ എന്ന നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നീട് ഈ വിഷയത്തിൽ ചില പ്രമുഖ നേതാക്കളുടെ വ്യക്തി താൽപര്യമാണ് മത്സരരംഗത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഇടയായതെന്ന് രാജേന്ദ്രൻ തുറന്നു പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം ഈ വിഷയത്തെ ഗൗരവത്തോടെ പരിഗണിച്ചു. തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന് ശേഷം രാജേന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. 2022 സി.പി.എം. ജില്ലാ കമ്മിറ്റി 1 വർഷത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ മുൻ എം.എൽ.എയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുമായുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു. 2024 മാർച്ച് 20 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി. ദേശീയ നേതാവും കേരളത്തിലെ പ്രഭാരിയുമായിരുന്ന പ്രകാശ് ജാവദേക്കറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജേന്ദ്രൻ ബി.ജെ.പിയിൽ ചേരാൻ ഒരുങ്ങുകയായിരുന്നു എന്നാണ് പ്രചരിച്ച വാർത്തകൾ. എന്നാൽ അക്കാലത്ത് രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ ബി.ജെ.പിയിലേക്ക് പോകുന്ന കാര്യം സ്ഥിരീകരിച്ചില്ല. എന്നാൽ വീണ്ടും കഴിഞ്ഞ ദിവസമാണ് താൻ ബി.ജെ.പിയിലേക്ക് പോവുകയാണെന്ന കാര്യം രാജേന്ദ്രൻ തുറന്നു പറഞ്ഞത്. ഇന്നലെ വരെ സി.പി.എം. പ്രതിനിധിയായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് റെജി ലൂക്കോസ്. റെജി ലൂക്കോസ് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ ചേർന്നെന്ന വാർത്ത ഏറെ ഞെട്ടലുളവാക്കുന്ന ഒന്നായിരുന്നു. സി.പി.എം. തന്നെ നിരന്തരമായി അവഗണിച്ചുവെന്നും വർഗീയത പടർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് സി.പി.എം. നടത്തുന്നതെന്നുമാണ് റെജി ലൂക്കോസ് ആരോപിച്ചത്. പാർട്ടി പ്രതിരോധത്തിലായുള്ള ഘട്ടങ്ങളിലെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രതിരോധ ശക്തിയായി നിലകൊണ്ട നിരീക്ഷകനായിരുന്നു റെജി ലൂക്കോസ്. അങ്ങനെ പ്രധാനപ്പെട്ട 2 പേർ ഇപ്പോൾ ബി.ജെ.പിയോടൊപ്പമാണ്. ഇനി ആരൊക്കെ ബി.ജെ.പിയുടെ ഭാഗമാകുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.